ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു യാർ ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോട്ടൻ്റെ കളക്ഷൻസ് ആണ്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു വയലറ്റ് ഷെയ്ഡും വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട്. ബ്ലാക്ക് ഇല്ലാതെ നമുക്ക് വീഡിയോ ഉണ്ടോ? എല്ലാ വീഡിയോസിലും ഓൾമോസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ടുവരാറുണ്ട്. കാരണം എല്ലാ കസ്റ്റമറും ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്തത് ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് ബ്ലാക്കിൽ മാത്രമേ എൻ്റെ കണ്ണ് പോകത്തുള്ളൂ. ഇപ്പം ഞാൻ കുറേയൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് കസ്റ്റമർ ബ്ലാക്ക് മാത്രം ഇഷ്ടപ്പെടുന്നവരല്ല, വേറെയുള്ള വെറൈറ്റി കളേഴ്സും അവർ എൻക്വയറി ചെയ്യുന്ന കളേഴ്സൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിമാൻഡായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് കസ്റ്റമർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻക്വയറി ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു വയലറ്റ് ഷെയ്ഡ്. നമ്മളിതിൻ്റെ 2 പീസും 3 പീസും സിംഗിൾ കുർത്തീസൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും ഇന്നും കസ്റ്റമർ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ഇപ്പം ഞാനിപ്പോൾ ഒരു വയലറ്റ് ലവർ ആയിട്ടുണ്ട്. കാരണം ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്തു, അത് പ്രകാരം എടുത്തതിന് ശേഷം വേറെ ഏതും അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വയലറ്റ് കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നിപ്പോൾ വേറെ ഇരിക്കുന്ന വന്നിട്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നോർമലി വന്നിട്ട് കോട്ടൺ കുർത്തീസൊക്കെ വന്നിട്ട് 46 ലെങ്ത് ഒക്കെ വരെ വരാറുള്ളൂ. ഇത് വന്നിട്ട് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട്, ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ. സൈഡ് സ്ലിറ്റ് ആണെങ്കിൽ തന്നെയും ഒരുപാട് ഇങ്ങനെ കയറിയിട്ടുള്ള സൈഡ് സ്ലിറ്റ് അല്ല വരുന്നത്, കുറച്ച് ഇറങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് കംഫർട്ടബിൾ ആണ് കേട്ടോ, അത്ര അങ്ങനെ വിസിബിൾ ആവുന്ന ടൈപ്പിലുള്ളതല്ല. ഇതിൻ്റെ ഈ യോക്ക് ഏരിയ വന്നിട്ട് ഒരു എന്താ പറയുക, നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ അങ്കരക്ക മോഡലിൽ, ആ ഒരു മോഡലിലാണ് വരുന്നത്. ഇതിലൊന്ന് ഫുള്ളായിട്ട് ഓൾ ഓവർ വന്നിട്ട് ഫ്ലോറൽ വർക്കാണ് വരുന്നത്. ബേസ് ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു വി നെക്കാണ് വരുന്നത്. നമുക്ക് എൻ്റെ ക്ലോസർ വ്യൂ കാണാം. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ, ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഇവിടെ വന്നിട്ട് ചെറിയ ചെറിയ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടോ, ഈ ഒരു വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഓൾ ഓവർ വന്നിട്ട് ഈ ഒരു പോർഷനിൽ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. അടിക്കുന്ന ഷെയ്ഡൊന്നും അല്ല കേട്ടോ, നല്ല ഷെയ്ഡാണ്. കോട്ടൺ ആണെങ്കിൽ തന്നെ ചുരുങ്ങുന്ന കോട്ടൺ ഒന്നുമല്ല, നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ആ ഒരു കോട്ടൺ ആണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ പോർഷനിൽ കാണുന്ന ആ വർക്കാണ് ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഫ്ലോറൽ വർക്കാണ് ഇതിൻ്റെ എൻഡ് പോർഷനിലും 3/4 സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒന്നും ചുരുങ്ങുന്ന കോട്ടൺ ഒന്നും അല്ല കേട്ടോ, നല്ല ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്, നമുക്കതുകൂടെ കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ കണ്ടത് വയലറ്റ് ഷെയ്ഡ് ആണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് ആണെങ്കിൽ തന്നെ നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഒരു ബ്ലാക്ക് പാൻറ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് ലെഗിൻസോ ദുപ്പട്ടയോ കൂടെ വെയർ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഈ കുർത്തി ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് വന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത് ആകണ്ട, എപ്പോഴും വെയർ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോറാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കാത്തത്. ഫോട്ടോസ് ഞാൻ ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം. അല്ലെങ്കിൽ റീൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട രണ്ട് കുർത്തിൻ്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസ് 649 ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആണ്. 649 ഒക്കെ ഒരു അഫോർഡബിൾ അല്ലേ? നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ദുപ്പട്ടാസിൻ്റെ കളക്ഷൻസ് ആണ്. ഒരുപാട് കസ്റ്റമർ നമുക്ക് എൻക്വയറി ചെയ്യാറുണ്ട് ദുപ്പട്ടാസിൻ്റെ കളക്ഷൻസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. പാകിസ്ഥാൻ്റെ ദുപ്പട്ടയും കൊണ്ടുവരുന്നുണ്ട്. നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ട് പാകിസ്ഥാൻ്റെ ദുപ്പട്ടയുടെ പോലത്തെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. അല്ലാതെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു ദുപ്പട്ടയും വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഷിഫോണാണ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം. നമ്മളിത് ഓഫ്ലൈനിൽ വന്നിട്ട് 1 ഇയർ ആയിട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്ത പ്രകാരമാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വന്നാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിട്ട്, ഇതൊക്കെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഒരു ഷെയ്ഡ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമുക്ക് 3 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചിക്കു ഷെയ്ഡ് അവൈലബിൾ ആണ്, വൈറ്റ് ഷെയ്ഡ് 4 ഷെയ്ഡ് അവൈലബിൾ ആണ്. വൈറ്റ് അവൈലബിൾ ആണ്, ബ്ലാക്ക് അവൈലബിൾ ആണ്, നേവി ബ്ലൂ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ചിക്കു ഷെയ്ഡും അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ടേൻ്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ 2.5 ആണ് വരുന്നത്. ദുപ്പട്ടയിൽ വന്നിട്ട് ഫുള്ളായിട്ട് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു വർക്കാണ് വരുന്നത് കണ്ടോ.
ഇതൊന്നും പോകുന്ന വർക്കൊന്നുമല്ല, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ 2 സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ സ്കാലപ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട്, വീതിയൊക്കെ വരുന്നുണ്ട്. ദുപ്പട്ട ഒന്നും വന്നിട്ട് നമ്മൾ ഫ്രീ ഡെലിവറി വരുന്നില്ല. വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കൂടെ ആണെങ്കിൽ മാത്രം ഫ്രീ ഡെലിവറി ആയിരിക്കും. ഇല്ലെങ്കിൽ വന്നിട്ട് 40 റുപ്പീസ് വന്നിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220 ഉള്ളൂ, പ്ലസ് 40 ഷിപ്പിംഗ് ചാർജാണ്. വേറെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് വരുന്നത്. ഒരു ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടൻ്റെ ലെങ്ത് വന്നിട്ട് 2.5 ആണ് വരുന്നത്. ഇതൊരു ഓഫ് വൈറ്റിലാണ് വരുന്നത് കേട്ടോ. ഇതൊരു സിൽക്ക് മോഡലിലാണ് വരുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒതുങ്ങുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് 2.5 ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 249 ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ട് നമ്മൾ വന്നിട്ട് പാകിസ്ഥാനി ദുപ്പട്ട കണ്ടിട്ടില്ലേ, അതിലേപോലത്തെ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ മിറർ വർക്കാണ് വരുന്നത്. നല്ല വീതിയും നല്ല നീളവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് എനിക്ക് എക്സാക്റ്റ് ഒരു ഷെയ്ഡ് എന്താണെന്നുള്ള പറയാൻ പറ്റത്തില്ല, കാരണം ഇത് മൾട്ടി ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഫുൾ വന്നിട്ട് ഇങ്ങനെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഫാബ്രിക് വന്നിട്ട് നെറ്റ് കോട്ടയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 299 ആണ്. ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. വേറെ പ്രൊഡക്റ്റിൻ്റെ കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പം നമ്മൾ കണ്ടതൊരു ബ്ലാക്ക് ആണ് മെയിനായിട്ട് നിൽക്കുന്നതെങ്കിൽ ഇത് വേറൊരു ഷെയ്ഡാണ് വരുന്നത്. ഇതും നെറ്റ് കോട്ട ഫാബ്രിക് തന്നെയാണ്. ഫുൾ വന്നിട്ട് ഇങ്ങനെ വർക്ക് പോകുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെയും പ്രൈസ് വന്നിട്ട് 299 പ്ലസ് 40 റുപ്പീസ് ഷിപ്പിംഗ് ചാർജാണ്. വേറെ പ്രൊഡക്റ്റിൻ്റെ കൂടെ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. നെക്സ്റ്റ് വൺ വന്നിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്യുന്ന മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടയാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കണ്ടോ. 2.5 തന്നെയാണ് ലെങ്ത് വരുന്നത്, വിത്തൊക്കെ വരുന്നുണ്ട്. നമ്മളിത് കുറേ പാകിസ്ഥാനി ദുപ്പട്ട മാത്രമായിട്ട് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 349 ആണ്, പ്ലസ് 40 റുപ്പീസ് ഷിപ്പിംഗ് ചാർജാണ്. നമ്മളിത് വന്നിട്ട് ചെറിയ മാർജിൻ ഇട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം, ഇത് വന്നിട്ട് നമ്മൾ ചെറിയ മാർജിൻ ഇട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് വെക്കാത്തത് കേട്ടോ. വേറെ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ കണ്ടത് വന്നിട്ട് വേറൊരു മോഡലാണ്, ഇത് വേറൊരു മോഡലാണ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബ്ലാക്ക് ചുരിദാറിൻ്റെ കൊടുത്ത് ഞാൻ ഇടയിൽ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കുറേ കസ്റ്റമർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അതായപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെയും പ്രൈസ് വന്നിട്ട് 349 പ്ലസ് 40 റുപ്പീസ് ഷിപ്പിംഗ് ചാർജാണ്. വേറെ പ്രോഡക്റ്റിൻ്റെ കൂടെ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും കളക്ഷൻസ് ആണ്. ഇതേപോലത്തെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ടൈമിൽ നമ്മൾ ഇനി കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്, നമ്മൾ ഓഫ്ലൈനിൽ ചെയ്ത് വിജയിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഓൺലൈനിലും കൊണ്ടുവരുന്നത് കേട്ടോ. കാരണം VR ഡിസൈൻസിലുള്ള ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ആർക്കും ഒരു പ്രോഡക്റ്റ് കിട്ടാതെ മിസ്സാവരുത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും അവർ എൻക്വയറി ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. പിന്നെ അടുത്തൊരു അടിപൊളി എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി കാർഷി.